കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. ഗുഡ് ന്യൂസ് ഗോസ്പൽ മിനിസ്ട്രിയുടെ ഭാഗമായി ഇന്ന് രാത്രി നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിസംബോധന ചെയ്ത് സംസാരിപ്പാൻ എളിയവനായ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ ഈ വലിയ ഭാഗ്യ പദവിക്കായി കർത്താവിനെ ഞാൻ വാഴ്ത്തുകയാണ്. ജീവിതയാത്രകൾ ഏറെക്കുറെ അവസാനിക്കാറായ ഒരു മട്ടും പടുതിയുമാണ് നമ്മുടെ മുൻപിലുള്ളത്. ലോകമത് നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നമ്മാൽ ആവോളം എന്തെങ്കിലും ചെയ്ത് ദൈവനാമം ഉയർത്തിപ്പിടിക്കുവാൻ പ്രാർത്ഥനയോടും ആരാധനയോടും ആയിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കുറേയേറെ വർഷങ്ങൾക്ക് മുൻപിൽ മനസ്സിൽ ഓടി വന്ന ചെറിയ ഒരു കഥയുണ്ട്. ആ കഥയെ നിങ്ങളുടെ മുമ്പിലൊന്ന് പറയുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ മഹാനായ ഒരു സർക്കസുകാരൻ നയാഗ്ര ഫാൾസിൽ കുറുകെ ഒരു ചരട് കെട്ടി തൻ്റെ അഭ്യാസ പ്രകടനം ആ ചരടിന് മുകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണികളെ അമ്പരിപ്പിച്ച അദ്ദേഹം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കയ്യടികൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില പൂക്കൾ കടയിൽ നിന്ന് വില കൊടുത്തു വാങ്ങി ആ മനുഷ്യൻ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തും ആകാശത്തുമൊക്കെയായി വിതറുന്നു. ആയിരങ്ങൾ കൈയടിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ സർക്കസുകാരൻ ലാസ്റ്റ് ഒരു കാര്യം കാണികളോട് പറയുകയാണ്: അടുത്ത ഒരു പ്രോഗ്രാമോടുകൂടെ എൻ്റെ സർക്കസ് ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കാണികളെല്ലാം നിശബ്ദരായി ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താകും ഇദ്ദേഹം അടുത്തത് ചെയ്യാൻ പോകുന്നത്? അതാ നോക്കിയപ്പോൾ ബ്രേക്കും ബെല്ലുമില്ലാത്ത ഒരു തുരുമ്പിച്ച സൈക്കിളുമായി ആ മനുഷ്യൻ വരികയാണ്. കുറുകെ കെട്ടിയിരിക്കുന്ന ആ കയറിന്റെ മുകളിലൂടെ താൻ യാത്ര ചെയ്യാൻ ആരംഭിക്കുന്നു. കാണികളിൽ ചിലർ പറഞ്ഞു: അയ്യോ, ഇത് സാധിക്കുമോ? ഭയാനകം, അപകടം നിറഞ്ഞ ഈ വെള്ളച്ചാട്ടത്തിനകത്ത് ഈ മനുഷ്യൻ മുങ്ങിച്ചാകുന്നത് കാണേണ്ട വരുമോ എന്നൊക്കെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ ആ പഴയ സൈക്കിൾ എടുത്ത് ആ കെട്ടിയിരിക്കുന്ന ഞാണിൻ്റെ ഒരറ്റത്ത് നിന്ന് മറു അറ്റത്തേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് അദ്ദേഹം ചെന്നു. അപ്പുറത്ത് ചെന്ന് ഇറങ്ങിയതും കാണികളെല്ലാം കൈയടിച്ചു തുള്ളിച്ചാടുന്നു. എല്ലാവർക്കും സന്തോഷമായി. വീണ്ടും ആ മനുഷ്യൻ തിരിച്ചു വരുന്നു. കാണികളെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള അഭ്യാസ പ്രകടനം. രണ്ടാമത് വീണ്ടും അദ്ദേഹം പറഞ്ഞു: ഈ സൈക്കിളുമായി വീണ്ടും ഞാൻ യാത്ര ചെയ്യുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ സൈക്കിളിന്റെ പുറകിൽ കയറിയിരിക്കാം. നിങ്ങളെ ഞാൻ അക്കരയ്ക്കാൻ പോകും. ധൈര്യശാലികളായ ജനങ്ങൾ, നല്ല തൻ്റെ സൗന്ദര്യമുള്ള ചെറുപ്പക്കാർ കേട്ടിട്ടും ആരും മുൻപോട്ട് വരുന്നില്ല. ആ മനുഷ്യൻ തൻ്റെ വിരലുകളിൽ കൗണ്ട് ചെയ്യുകയാണ്. നമ്പർ 1 ആരെങ്കിലും ഉണ്ടോ? നമ്പർ 2 ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ എണ്ണം 10 ആയി. 10 പ്രാവശ്യം വണ്ടി കിട്ടും. മുൻപിലേക്ക് വരാൻ ആരുമില്ലാതിരിക്കുമ്പോ വളരെ കീറി മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരു കൊച്ചു ബാലൻ മുൻപിലോട്ട് കടന്നു വന്നിട്ട് പറയുകയാണ്: അതെ, ഞാൻ തയ്യാറാണ്. താങ്കളുടെ
സൈക്കിളിന്റെ പുറകിൽ സവാരി ചെയ്യാൻ ജനക്കൂട്ടങ്ങൾ പറഞ്ഞു, വേണ്ട, ആ മനുഷ്യൻ ഒറ്റയ്ക്ക് പോകട്ടെ. പക്ഷേ ആ ബാലൻ പറഞ്ഞു, എനിക്ക് ഭയമില്ല, എനിക്ക് പേടിയില്ല, ഞാൻ അദ്ദേഹത്തോടു കൂടെ പോകാൻ തയ്യാറാണ്. അങ്ങനെ കാണികളെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ആ കൊച്ചുബാലൻ സൈക്കിളിന്റെ പുറകിലിരിക്കുന്നു. ആ സൈക്കിൾ ആ സർക്കസുകാരൻ അവിടെ നിന്ന് ചവിട്ടുകയാണ്. ഞാനിൻ്റെ ഒരറ്റത്തു നിന്ന് നീങ്ങി 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 ഏകദേശം ജലാശയത്തിന് നടുക്കെത്തുമ്പോൾ കാണികൾ പറഞ്ഞു, എന്തെങ്കിലും സംഭവിക്കും, ഒന്നും സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയോടെ ജനങ്ങളെല്ലാം വായ്പൊത്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ പറഞ്ഞു, എനിക്കിത് കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സർക്കസുകാരൻ അക്കരയിലെത്തി. വീണ്ടും യാത്ര അവിടെ നിന്ന് തിരികെയാണ്. തിരികെ ഇക്കരയ്ക്ക് വരുമ്പോൾ ആ ബാലൻ സുരക്ഷിതമായി കരയിലിറക്കി. കണ്ടുനിന്ന ആയിരങ്ങൾ വന്നു ബാലനെ പൊക്കിയെടുത്തു. കയ്യിലിരുന്ന മിഠായികളും മറ്റു മധുരപലഹാരങ്ങളും പണങ്ങളും ഒക്കെ വാരി ആ കൊച്ചു ബാലന്റെ കയ്യിൽ കൊടുത്തിട്ട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു കുഞ്ഞെ ആ മനുഷ്യന്റെ പുറകിലിരുന്ന് സവാരി ചെയ്യാൻ? ആ കുഞ്ഞു പറഞ്ഞത് കേട്ട് ലോകം അമ്പരന്നു പോയി. എന്താ കുട്ടി പറഞ്ഞതറിയാമോ? അയ്യോ, എന്നെ താഴെയിടാനും മാത്രം ആ മനുഷ്യൻ എനിക്ക് അന്യനല്ല, അതെന്നെ ജനിപ്പിച്ച എന്റെ പിതാവ്. ആ പിതാവ് എത്ര ദുർഘടകമായ സ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്താലും തന്റെ പൊന്നോമനെ സൂക്ഷിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് ആ ധൈര്യമാണ് എന്നെ അദ്ദേഹത്തിന്റെ പുറകിലിരിപ്പാൻ ബന്ധപ്പെടുത്തിയതെന്ന് പറഞ്ഞു. സ്നേഹിത, ലോകം താങ്കളുടെ മുമ്പിൽ കലിതുള്ളി ഇളകുന്ന ഒരു കോമരം പോലെ പാഞ്ഞു വരുമ്പോൾ അതിന്റെ നടുവിൽ സമാധാനത്തോടെ അക്കരയിൽ സിയോൻ നഗരിയിൽ എത്തിക്കാമെന്ന് വാക്കു പറഞ്ഞ ഒരു ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. പതറണ്ട, തളരണ്ട, ധൈര്യമായി യേശുവിനെ സ്നേഹിക്കൂ. യേശു നിങ്ങളെ അക്കരയിലെത്തിക്കും. വിശ്വസിക്കുന്നു. നിങ്ങൾക്കായി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. കർത്താവേ, കേൾക്കുവാൻ പോകുന്ന സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. ദൈവം മാനിക്കണം, അനുഗ്രഹിക്കണം. പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ ലഭിക്കണം. ലോക ജീവിതത്തെ ജീവിപ്പാനുള്ള ധൈര്യം കൊടുക്കണം. പ്രാർത്ഥന കണ്ടതിനായി സ്തോത്രം. യേശു നാമത്തിൽ തന്നെ.